ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു വർക്കായിരുന്നു ഇത് ഞാൻ ഇതിന് മുന്നേ ഞാനൊരു വിഷു സ്പെഷ്യൽ എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു കിഡ്സിൻ്റെ ഡ്രസ്സ് തയ്ച്ചതിൻ്റെ. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കൊരു ഓർഡർ വന്നതാണ്. ഡിസൈൻ ഇതാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കുകയോ ചേച്ചി, കുഴപ്പമില്ല, എന്നാലും ഓവറോൾ ലുക്ക് ഇതുപോലെ തന്നെ ആയിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ആ പെന്ന് ഉപയോഗിച്ചാണ് ഡിസൈൻസ് എല്ലാം വരച്ചത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഇതെല്ലാം ത്രെഡിനകത്ത് പോകുന്നതായതുകൊണ്ടാണ് പെൻ ഉപയോഗിച്ചത്. അല്ലാത്തത് നമ്മൾ ചോക്ക് വെച്ച് തന്നെ വരയ്ക്കാവുള്ളൂ. കാരണം പെൻ ഉപയോഗിച്ച് നമ്മൾ ആമോളും നെക്കും ഒക്കെ വരച്ച് കഴിഞ്ഞാൽ അത് മാറത്തില്ല. അപ്പോൾ നമ്മൾ ഡിസൈൻസൊക്കെ പെൻ ഉപയോഗിച്ച് വരച്ചാലും ത്രെഡിനകത്ത് കയറുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഏകദേശം നമുക്ക് കണ്ട് വരയ്ക്കാനുള്ള ചെറിയ കഴിവുകളുള്ളതിനാൽ നമ്മൾ തന്നെ അങ്ങ് വരച്ചു. അല്ലാതെ നമ്മുടെ യെല്ലോ കാർബൺ വെച്ച് ട്രേസിങ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ അടിയിൽ, അതായത് നമ്മുടെ ഫ്രെയിമിൻ്റെ അടിയിൽ നമ്മളൊരു പേപ്പർ വെക്കുക. പേപ്പർ വെച്ചതിന് ശേഷം മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ നമ്മൾ തയ്ക്കുമ്പോൾ തുണി കയറി കുരുങ്ങും വെച്ചാൽ അതൊന്ന് ചുരുങ്ങും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര വൃത്തികേടായിരിക്കും. കാരണം ഈ ഇതൊരു കോട്ടൺ ടിഷ്യൂ ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇഴകളെന്ന് പറയുന്നത് ഇച്ചിരി ഗ്യാപ്പിട്ടുള്ള ഇഴകളായതുകൊണ്ട് നമുക്കതൊരു വലിവ് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് മാക്സിമം നമ്മൾ എല്ലാ തുണിയും വർക്ക് ചെയ്യുമ്പോൾ പേപ്പർ വെച്ചിട്ട് ചെയ്യുക. അപ്പം നമ്മൾ ജനോമിയുടെ മെഷീനിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ വളരെ പതുക്കെ ചെയ്ത് പഠിക്കാവുള്ളൂ. ആ രീതിക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ കാണി ചെറുതാക്കി ഇട്ട് വേണം, ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ ഷാർപ്പായിട്ടിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട് ലീഫിൻ്റെയൊക്കെ. അപ്പോൾ അത് ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കാണിയിട്ട് ചെയ്തെങ്കിലേ അത് പറ്റത്തുള്ളൂ. പിന്നെ നമ്മളൊരു എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് ത്രെഡാണോ ഉപയോഗിക്കുന്നത് ആ ത്രെഡ് എവിടെയൊക്കെ വരുന്നോ അതെല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ത്രെഡ് യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഏകദേശം 3 കളറാണ് വരുന്നത്. ഒരു പിങ്ക്, റെഡ്, ഗ്രീന്. അപ്പോൾ ഞാൻ ആ കളറെല്ലാം 3 എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അതൊക്കെ വെച്ച് തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെന്ന് വെച്ചാൽ നമുക്കിത് 3 മണിക്കൂറിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആക്കി കൊടുക്കണമായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് നമ്മളുടെ മറ്റ് വർക്കുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് 3 മണിക്കൂറിനുള്ളിൽ ചെയ്ത് കൊടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉള്ളതിൻ്റെ പേരിലേ നമ്മൾ വർക്ക് എടുത്തത്. അതുമല്ല, നമ്മുടെ ഒരു വർക്ക് കണ്ടിട്ട് വന്നതായതുകൊണ്ട് നമുക്കത് ഒരു ടാസ്ക് ആയിരുന്നു. എങ്കിൽ തന്നെ ആയാലും നമുക്കത് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ഒരു പിങ്ക് കളറായിരുന്നു എടുത്തത്. പിങ്ക് എവിടെയൊക്കെ വരുന്നു അവിടെയെല്ലാം നമ്മൾ ആ ഒരു കളർ വെച്ച് ചെയ്ത് ഏകദേശം നമ്മൾ ഫിനിഷിങ് 3 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുകൂടാതെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് സ്കാലപ്പ് വർക്ക് വേണം ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ കഴിഞ്ഞ വർക്കിൽ നമ്മൾ സ്കാലപ്പായിരുന്നു കൊടുത്തത്. കസ്റ്റമറിന് അത് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പം ഈ ഒരു ഡ്രസ്സിനും സ്കാലപ്പ് വർക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പം അത് കളർ ഏതാണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു പിങ്ക് കളറിട്ടാണ് സ്കാലപ്പ് ചെയ്തത്. പക്ഷെ ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നന്നായിട്ടുണ്ടായിരുന്നു. കസ്റ്റമർക്കും ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ ജനോമിയുടെ മെഷീനിൽ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്രെയിമാണ് മാനേജ് ചെയ്യേണ്ടത്. ഫ്രെയിം നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നല്ല ഡിസൈൻസൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വർക്ക്. കസ്റ്റമർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇത്രയും നേരം നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വർക്കുകളൊക്കെ കാണുക, കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയുക, ലൈക്ക് ചെയ്യുക.